ഓം ശാന്തി. യോഗയുക്തമായിരുന്നു കൊണ്ട് തന്റെ കൈകൾ കൊണ്ട് ഭോജനം ഉണ്ടാക്കുകയും കഴിക്കുകയും വേണം. ശാസ്ത്രങ്ങളിൽ ബ്രഹ്മഭോജനത്തിന് എത്ര മഹിമകളാണ് പറയപ്പെടുന്നത്. ദേവതകൾ പോലും ഈ ബ്രഹ്മഭോജനം കഴിക്കുവാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര ശരിയായ കാര്യമാണ്. സത്യയുഗത്തിൽ ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. അവിടെ അപാരമായ സുഖമുണ്ടായിരിക്കും. ശാന്തിയും സമ്പന്നതയും ഉണ്ടാകും. അവിടെ അനേക പ്രകാരത്തിലുള്ള ഭോജനവും ലഭിക്കും. എന്നാൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ആഹാരം കൂടെ ഇരുന്ന് കഴിക്കുന്ന ഭഗവാൻ അവിടെ ഉണ്ടാകില്ല. ഏത് പരമാത്മാവിന്റെ പാലനയിലൂടെയാണോ ഞാൻ മുന്നേറുന്നത്, തന്റെ പിതാവായ പരമാത്മാവിന്റെ കൂടെ വളരെ സ്നേഹത്തോടുകൂടി ഒന്നിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുവാനുള്ളതിന്റെ ആ സുഖം, ആനന്ദം ഇപ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. ആ സുഖം, ആ ആനന്ദം അനുഭവിക്കും. ഭഗവാനോടൊപ്പം ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്നതിന്റെ ആനന്ദം ഈ മുഴുവൻ കൽപ്പത്തിലും ഇനി എവിടെ ലഭിക്കും? വളരെ സ്നേഹത്തോടുകൂടി ബാബയെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഭോജനം ഉണ്ടാക്കണം. പിന്നീട് ബാബയോടൊപ്പം ഇരുന്നു കൊണ്ട് ആ ഭോജനം കഴിക്കുന്നതിന്റെ ആനന്ദം അനുഭവിക്കണം. അതിൽ എത്ര സുഖമാണ് അടങ്ങിയിരിക്കുന്നത്. അത് വർണ്ണനാതീതമാണ്. മനസ്സാൽ മനസ്സിനോട് തന്നെ സംസാരിക്കും. ഞാൻ
ബാബയുടെ ഭണ്ഡാരത്തിലേക്ക് അടുക്കളയിലേക്ക് നടക്കുകയാണ്. എന്റെ പരമപവിത്രമായ ശ്രേഷ്ഠമായ സമാനത്തിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഞാൻ ബാബയുടെ ഭണ്ഡാരഗൃഹമായ അടുക്കളയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഭണ്ഡാര ഞാൻ വൃത്തിയാക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ബാബയെ ആഹ്വാനം ചെയ്യുന്നു. എനിക്ക് തോന്നുകയാണ് എന്റെ ആഹ്വാനം കേട്ട മാത്രയിൽ തന്നെ ബാബ പരംധാമം ഉപേക്ഷിച്ച് താഴേക്ക് വന്നു. ഈ ഭണ്ഡാരഗൃഹത്തിൽ വന്നിട്ട് എന്റെ ശിരസ്സിന് മുകളിൽ പ്രകാശിക്കുന്നു. ബാബയുടെ സർവശക്തികളുടെയും കിരണങ്ങളാകുന്ന ഛത്രഛായയ്ക്ക് താഴെ ഞാൻ സ്വയത്തെ അനുഭവിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിൽ മഗ്നനായി ബാബയുടെ ശക്തികളെയും സ്വയത്തിൽ നിറച്ചുകൊണ്ട് ഞാൻ വളരെ ശുദ്ധിയോടുകൂടി ഭോജനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശക്തികളാൽ ഈ ഭോജനം എത്ര ശുദ്ധവും പവിത്രവും ആവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ബാബയുടെ ഓർമ്മയിൽ ഉയർന്ന സമാനത്തിലിരുന്നു കൊണ്ട് വളരെ ശുദ്ധിയോടെ ഭോജനം തയ്യാറാക്കി. വളരെ സ്നേഹത്തോടു കൂടി ബാബയ്ക്ക് ഭോഗ് നൽകുവാനുള്ള പാത്രങ്ങൾ ഞാൻ തയ്യാറാക്കുകയാണ്. ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരുന്നു ഭോഗ് പാത്രത്തെ കൂടെ വെച്ചുകൊണ്ട് ഞാൻ അശരീരി സ്ഥിതിയിൽ ഇരുന്ന് എന്റെ പ്രകാശിതമായ ഫരിസ്താ സ്വരൂപത്തെ ധാരണ ചെയ്യുന്നു. വളരെ സ്നേഹത്തോടുകൂടി
എന്റെ കൈകളിൽ ഭോഗപാത്രം എടുത്ത് എന്റെ പ്രിയപ്പെട്ട ബാഗ്ദാദയ്ക്ക് ഭോഗ് നൽകുവാനായി അവ്യക്ത വദനത്തിലേക്ക് ഞാൻ പോവുകയാണ്. സെക്കൻഡിൽ സൂര്യചന്ദ്രൻ താരാഗണങ്ങളുടെ വിശാലമായ സമൂഹവും കടന്ന് ഞാൻ ഭോഗപാത്രത്തോടൊപ്പം വെളുത്ത പ്രകാശത്തിന്റെ ഫരിസ്തകളുടെ ലോകത്തിലെത്തുകയാണ്. എന്റെ സമീപത്തിലായി ബാഗ്ദാദയെ ദർശിച്ചുകൊണ്ട് ഞാൻ ബാബയുടെ അടുക്കലെത്തുന്നു. ഭോഗപാത്രം ബാബയുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ ബാബയ്ക്ക് ഭോഗ് നൽകുകയാണ്. ബാഗ്ദാദ, വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെയും ഇടയ്ക്ക് ആ ഭോഗപാത്രത്തെയും നോക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ ഉണ്ടാക്കിയ ആ ആഹാരത്തിൽ എന്റെ ഭാവനയെ കണ്ടിട്ട് ഏത് ഭാവനയിലാണോ ഞാനത് ഉണ്ടാക്കിയത് അത് കണ്ടിട്ട് ബാഗ്ദാദ സന്തോഷിക്കുന്നു. എനിക്ക് ദൃഷ്ടി തന്നുകൊണ്ട് ബാബ പതുക്കെ ആ ഭോഗ് സമർപ്പിച്ചിരിക്കുന്ന തളികയിലേക്ക് ദൃഷ്ടി നൽകി തന്റെ മുഴുവൻ ശക്തിയും അതിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാഗ്ദാദയുടെ ദൃഷ്ടിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ആ ഊർജ കിരണങ്ങൾ ആഹാരത്തെ പരിശുദ്ധമാക്കുന്നു. തുടർന്ന് ഫരിസ്തയായ എന്നിലേക്കും ബാബയുടെ ദൃഷ്ടി പതിയുകയാണ്. പവിത്രതയുടെ മുഴുവൻ ശക്തിയും
ഭോജനത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭോജനത്തിന്റെ ഓരോ വറ്റിലും പരിധികളില്ലാത്ത ശക്തികൾ നിറയ്ക്കപ്പെടുകയാണ്. വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ ബാബയ്ക്ക് ഭോജനം നൽകുന്നു. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ബാബയ്ക്ക് ഭോഗ് നൽകുമ്പോൾ തിരിച്ചു ബാബയും തന്റെ പവിത്രമായ കമലഹസ്തം കൊണ്ട് എന്നെയും കഴിപ്പിക്കുകയാണ്. ബാബയ്ക്ക് ഭോഗ് നൽകിക്കൊണ്ട് ഇപ്പോൾ ഞാൻ തിരികെ വരികയാണ്. സാകാര ലോകത്തിൽ എന്റെ സാകാര ശരീരത്തിൽ ഞാനിപ്പോൾ വിരാജിക്കുന്നു. ബ്രാഹ്മണ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ സംബന്ധങ്ങളുടെ രൂപത്തിൽ ബാബയെ അനുഭവം ചെയ്തുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ ഞാൻ ആ ഭോജനം കഴിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അനുഭവിക്കുകയാണ്, ഒരു കൊച്ചുകുട്ടിയെ പോലെ ബാബ എന്റെ അരികിൽ വന്ന് നിൽക്കുന്നു. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ബാബയിൽ ബലിയായി എന്റെ കൈകൾ കൊണ്ട് ആഹാരം കുറേശ്ശെയായി ആ കുഞ്ഞിനെ കഴിപ്പിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ബാബയെ എന്റെ കൂട്ടുകാരനായി കാണുന്നു. എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എനിക്ക് വേണ്ടി എന്തു നൽകുവാനും തയ്യാറാണ്. ആ കൂട്ടുകാരന്റെ നിസ്വാർത്ഥമായ സ്നേഹം കണ്ടിട്ട് ഞാൻ സന്തോഷത്താൽ ഗദ്ഗദനാകുന്നു. അങ്ങനെയുള്ള കൂട്ടുകാരന്റെ കൂടെ ഇരുന്നു കൊണ്ട് ഞാൻ ഭോജനം കഴിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ അവിനാശിയായ സാജന്റെ രൂപത്തിൽ ബാബയെ കാണുന്നു. എന്റെ ജീവിതത്തിലെ
സുഖത്തിലും സന്തോഷത്തിലുമെല്ലാം, ദുഃഖത്തിലും വേദനകളിലുമെല്ലാം എന്റെ കൂടെ നിന്നുകൊണ്ട് സത്യമായ കൂട്ടുകാരനെ പോലെ എന്നെ പരിപാലിക്കുന്ന ആ സാജനിൽ നിന്നും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഭോജനം കഴിക്കുകയാണ്. സാജനെയും ഞാൻ കഴിപ്പിക്കുകയാണ്. ഇപ്രകാരം ഓരോ ദിവസവും വളരെ സ്നേഹത്തോടു കൂടി വളരെ ശുദ്ധിയോടെ ഭോജനമുണ്ടാക്കി സർവസംബന്ധങ്ങളോടെ ബാബയെ ഓർമ്മിച്ചുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരുന്ന് ആഹാരം കഴിക്കുന്നതിന്റെ നിറഞ്ഞ ആനന്ദം അനുഭവിച്ചുകൊണ്ട് എന്റെ ബ്രാഹ്മണ ജീവിതത്തിലെ എന്റെ ഓരോ നിമിഷവും പരമാത്മാ സ്നേഹവും പരമാത്മാ പാലനയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക.